കണ്ണൂരിൽ വനവാസി യുവതിയെ അവയവദാനത്തിന് നിർബന്ധിപ്പിച്ചതായി പരാതി. കണ്ണൂർ നെടുമ്പോയിൽ സ്വദേശിയായ യുവതിയാണ് പോലീസിൽ പരാതി നൽകിയത്. വൃക്ക നൽകിയാൽ 9 ലക്ഷം രൂപ ഇടനിലക്കാരൻ വാഗ്ദാനം ചെയ്തെന്ന് യുവതി പറയുന്നു. ഭർത്താവിന് അസുഖമാണെന്ന് പറഞ്ഞ് യുവതിയെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. കിഡ്നി കൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നുകളെന്നും പോലും ഭീഷണിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇയാൾ പറയുന്നത് ഇയാളെ പേടിച്ചിട്ട് ഇയാൾ പറഞ്ഞതല്ല ഞാൻ അനുസരിച്ച് കേട്ടായിരുന്നു. അനുസരിച്ച് നിന്നതും പിന്നെ നിൽക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്ത സമയത്തായിരുന്നു ഇയാൾ ഈ വർത്തമാനം പറയുന്ന സമയത്ത് എനിക്കൊരു പേടിയായിരുന്നുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് 2 ദിവസം മുമ്പ് എന്നെ ബെന്നിയുടെ കൂടെ പോയായിരുന്നു. ബെന്നിയുടെ കൂടെ പോയിട്ട് ബെന്നി എന്നെ വിളിച്ച് പറയുന്നത് മാനസി നിൻ്റെ കെട്ടിയവന് സുഖമില്ല, അറ്റാക്ക് വന്നിട്ടുണ്ട്, ലെക്സോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അതുകൊണ്ട് പിന്നെ ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞു. അതിന് വേണ്ടി ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ എന്നോട് പറയുന്നത് പിന്നെ ഇങ്ങനെ പറഞ്ഞാലേ നീ ഇവിടെ വരും നമുക്കറിയാം, അതുകൊണ്ട് ഇങ്ങനെ നുണയും പറഞ്ഞ് വിളിച്ചതെന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത ചേർന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ശ്രീജിത്ത, ഒരുപക്ഷെ കൊച്ചിയിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഈ അവയവക്കടത്ത് മാഫിയ വേരുറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? എറണാകുളത്തിന് പിന്നാലെ നിലവിൽ കണ്ണൂരിലാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി യുവതി മുന്നോട്ട് വന്നിരിക്കുന്നത്. കണ്ണൂർ നെടുമ്പയിലാണ് വനവാസി യുവതി അവയവദാനത്തിന് നിർബന്ധിച്ചതായി പരാതി നൽകിയിരിക്കുന്നത്. യുവതിയുടെ ഭർത്താവ് അനിലും അതോടൊപ്പം തന്നെ സുഹൃത്തായ ബെന്നിയുമാണ് തന്നെ ഇത്തരത്തിൽ നിർബന്ധിച്ചതായി യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഈ വൃക്ക നൽകുകയാണെങ്കിൽ 9 ലക്ഷം രൂപ നൽകാമെന്ന് ഈ ഇടനിലക്കാരനായ ബെന്നി വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഈ ബെന്നിക്ക് 2 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഈ ഭർത്താവിന് 1 ലക്ഷം രൂപയും ഈ യുവതിക്ക് 6 ലക്ഷം രൂപ അങ്ങനെ വീതിച്ചു നൽകുന്ന തരത്തിലായിരുന്നു വാഗ്ദാനം. അതിനുശേഷം എന്നാൽ ഈ യുവതി ഇതിന് തയ്യാറായിട്ടില്ല. അതിനുശേഷമായിരുന്നു വലിയ മർദ്ദനങ്ങളെല്ലാം ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഈ യുവതിക്ക് നേരിടേണ്ടി വന്നു. അതിനുശേഷം ഈ ബെന്നി തന്ത്രപൂർവ്വം എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. കാരണം ഇവരുടെ ഭർത്താവായ അനിലിന് അസുഖമാണെന്ന് ഒരു കബളിപ്പിച്ച് ഈ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി ഇത്തരത്തിൽ അവയവം എടുക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുശേഷം ഈ യുവതി സമീപത്ത് എറണാകുളത്ത് തന്നെ പോലീസിൽ പരാതി നൽകുകയും സുഹൃത്തിന്റെ സഹായം തേടി അവിടുന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് നിലവിൽ കണ്ണൂരിലേക്ക് എത്തി ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ബെന്നിയെ നിലവിൽ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ശ്രീജിത്ത, ഒരുപക്ഷെ ഇത്തരത്തിൽ വനവാസികളെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു അവയവ കടത്തിനാണോ ശ്രമം ഉണ്ടായത് എന്ന് വേണ്ടേ കൂടുതൽ അന്വേഷണങ്ങൾ അതിലും ഉണ്ടാവേണ്ടത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. കാരണം ഈ യുവതിയുടെ പ്രദേശം വനവാസികൾ ചുറ്റിപ്പട്ട് കിടക്കുന്ന മേഖലയാണ്. ഇത്തരത്തിൽ ഈ ബെന്നിയുടെ ഈ വലയിൽ ആരെങ്കിലും മറ്റ് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടോ, മറ്റ് വനവാസികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ ബെന്നി നിലവിൽ മാനന്തവാടി കേന്ദ്രീകരിച്ചാണ് താമസവും പ്രവർത്തനവുമെല്ലാം. അത് മാനന്തവാടി കാട്ടിക്കുളം മേഖലയെല്ലാം പൊതുവെ ഈ വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ആ പ്രദേശത്തിലേക്കും വയനാട്ടിലേക്കും ഇത്തരത്തിലുള്ള ബെന്നിയുടെ ഇടപെടലും ഇത്തരത്തിലുള്ള ഈ അവയവ കടത്തുമെല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിൽ പോലീസ് അന്വേഷണ നിലവിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കണ്ണൂർ കേന്ദ്രീകരിച്ചും വയനാട് കേന്ദ്രീകരിച്ചും നിലവിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുവാനാണ് പോലീസിന്റെ ശ്രമം. വ്യക്തമാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.